ആകാശഗംഗയിലെ നക്ഷത്ര സമൂഹങ്ങളിൽ ഏറ്റവും മനോഹരവും എന്നാൽ അത്രത്തോളം നിഗൂഢതകൾ ഒളിപ്പിച്ചതുമായ ഒന്നാണ് ഓറിയോൺ. ഈ മണ്ഡലത്തിലെ തിളക്കമുള്ള നക്ഷത്രങ്ങളെയാണ് നാം മകയിരം എന്ന് വിളിക്കുന്നത്. കൂടുതൽ അറിയുന്നതിന് മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷത്തിൽ മകയിരം വെറുമൊരു നക്ഷത്രമല്ല, അതൊരു നിരന്തരമായ അന്വേഷണമാണ്, ചഞ്ചലമായ മനസ്സിൻ്റെ പ്രതിഫലനമാണ്, എല്ലാത്തിനുമുപരി വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഇരട്ട വ്യക്തിത്വത്തിൻ്റെ പ്രതീകമാണ്. എന്തുകൊണ്ടാണ് മകയിരം നക്ഷത്രക്കാർക്ക് ഇരട്ട മുഖമുണ്ടെന്ന് പറയപ്പെടുന്നത്? എന്താണ് അവരുടെ സ്വഭാവത്തിലെ സങ്കീർണതകൾ? നമുക്ക് ഈ നക്ഷത്ര രഹസ്യങ്ങളിലേക്ക് ആഴത്തിലിറങ്ങിച്ചെല്ലാം. പേരിനു പിന്നിലെ അർത്ഥം. മൃഗശീർഷം എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് മകയിരം എന്ന പേരുണ്ടായത്. മൃഗ എന്നാൽ മാനിനെയാണ് സൂചിപ്പിക്കുന്നത്, ശീർഷം എന്നാൽ തലയും, അതായത് മാനിൻ്റെ തല. ഈ പേരിൽ തന്നെ ഈ നക്ഷത്രത്തിൻ്റെ സ്വഭാവം ഒളിഞ്ഞിരിക്കുന്നു. ഒരു മാൻ എപ്പോഴും എന്തിനെയോ ഭയപ്പെടും, എന്നാൽ അതിലേറെ കൗതുകത്തോടെ ചുറ്റുപാടും നോക്കിക്കൊണ്ടിരിക്കും. അതിൻ്റെ കണ്ണുകളിൽ എപ്പോഴും ഒരു തിരച്ചിലുണ്ട്. മകയിരം നക്ഷത്രക്കാരുടെ ജീവിതവും ഒരു തിരച്ചിലാണ്. അവർക്ക് ഒരിടത്ത് അടങ്ങിയിരിക്കാൻ കഴിയില്ല. അറിവിനും അനുഭവങ്ങൾക്കും വേണ്ടിയുള്ള ഈ നിത്യമായ അന്വേഷണമാണ് അവരെ നയിക്കുന്നത്. രാശിചക്രത്തിലെ സ്ഥാനം, ഇരട്ട വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനം. മകയിരം നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ രാശിചക്രത്തിലെ സ്ഥാനമാണ്. ഒരു നക്ഷത്രത്തിന് 4 പാദങ്ങളാണുള്ളത്. മകയിരത്തിൻ്റെ കാര്യത്തിൽ ആദ്യത്തെ 2 പാദങ്ങൾ ഇടവം രാശിയിലും അവസാനത്തെ 2 പാദങ്ങൾ മിഥുനം രാശിയിലുമാണ് വരുന്നത്. ഇതാണ് ഇരട്ടമുഖം എന്ന സങ്കല്പത്തിന് അടിസ്ഥാനം. ഇടവം രാശി ശുക്രൻ. ഇടവം രാശിയുടെ അധിപൻ ശുക്രനാണ്. ഭൂമി തത്വത്തിലുള്ള രാശിയാണിത്. ഇവിടെ മകയിരം കൂടുതൽ കലാപരവും സൗന്ദര്യപ്രേമിയും ഭൗതിക സുഖങ്ങളിൽ താൽപ്പര്യമുള്ളവരുമായിരിക്കും. അവർക്കൊരു തരം ഉറച്ച സ്വഭാവമുണ്ടാകും. മിഥുനം രാശി ബുധൻ. മിഥുനം രാശിയുടെ അധിപൻ ബുധനാണ്. വായു തത്വത്തിലുള്ള രാശിയാണിത്. ഇവിടെ എത്തുമ്പോൾ മകയിരം കൂടുതൽ വാചാലരും ബുദ്ധിജീവികളും ചിന്താകുതരുമായി മാറുന്നു. ആശയവിനിമയത്തിനാണ് ഇവിടെ പ്രാധാന്യം. ഒരേ നക്ഷത്രത്തിൽ തന്നെ ശുക്രന്റെ ആഡംബരവും ബുധന്റെ ബുദ്ധിപരമായ വിശകലനവും ഒത്തുചേരുന്നു. ഈ വൈരുദ്ധ്യം മകയിരം നക്ഷത്രക്കാർക്ക് പലപ്പോഴും അന്തർമുഖമായ സംഘർഷം നൽകാറുണ്ട്. അതുകൊണ്ടാണ് അവരെ പ്രവചിക്കാൻ കഴിയാത്ത ഇരട്ട വ്യക്തിത്വമുള്ളവർ എന്ന് വിളിക്കുന്നത്. ഗ്രഹാധിപത്യം, ചൊവ്വയും ചന്ദ്രനും. മകയിരം നക്ഷത്രത്തിന്റെ അധിപൻ ചൊവ്വയാണ്, എന്നാൽ ഇതിന്റെ ദേവത ചന്ദ്രനാണ്. അഗ്നിയും ജലവും പോലെ വിപരീത സ്വഭാവമുള്ള 2 ഊർജങ്ങളുടെ സംഗമമാണിത്. ചൊവ്വ ഊർജം, ധൈര്യം, തർക്കിക്കാനുള്ള കഴിവ്, ലക്ഷ്യബോധം എന്നിവ നൽകുന്നു. എന്തും വെട്ടിത്തുറന്നു പറയാനുള്ള സ്വഭാവം ചൊവ്വയിൽ നിന്ന് വരുന്നു. ചന്ദ്രൻ മനസ്സിനെ സൂചിപ്പിക്കുന്നു. മൃദുത്വം, ഭാവന, ചഞ്ചലമായ മനസ്സ് എന്നിവ നൽകുന്നു. മകയിരം നക്ഷത്രക്കാർ ഒരു വശത്ത് വളരെ ശാന്തരായി കാണപ്പെടുമെങ്കിലും ഉള്ളിൽ അവർ എപ്പോഴും യുദ്ധസജ്ജരായിരിക്കും. തിരച്ചിലിന്റെ നക്ഷത്രം. മകയിരം നക്ഷത്രത്തെ തിരച്ചിലിന്റെ നക്ഷത്രം എന്ന് വിളിക്കുന്നു. പുരാണങ്ങളിൽ ചന്ദ്രൻ അമൃതനായി തിരച്ചിൽ നടത്തുന്നതുമായി ഇതിനെ ബന്ധിപ്പിക്കാറുണ്ട്. ഈ നക്ഷത്രക്കാർ ജീവിതകാലം മുഴുവൻ എന്തിനെയോ തിരഞ്ഞുകൊണ്ടിരിക്കും. അത് നല്ലൊരു ജോലിയാകാം, ആത്മീയതയാകാം, അല്ലെങ്കിൽ അനുയോജ്യനായ പങ്കാളിയാകാം. പക്ഷേ ഒന്ന് കണ്ടെത്തിയാലുടനെ തന്നെ മറ്റൊന്നിനു വേണ്ടിയുള്ള തിരച്ചിൽ അവർ തുടങ്ങും. ഈ അതൃപ്തി അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. സ്വഭാവ സവിശേഷതകൾ. വളരെ വേഗം കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ്. സദസ്സുകളെ രസിപ്പിക്കാൻ പ്രത്യേക കഴിവ്. വഞ്ചന ഇഷ്ടപ്പെടുന്നവരല്ല. സത്യം പറയാൻ മടിയില്ല. പെട്ടെന്ന് സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ സാധിക്കും. റിസർച്ച്, ഡിറ്റക്റ്റീവ് വർക്കുകൾ, യാത്രകൾ എന്നിവയിൽ ശോഭിക്കും. ഏറ്റവും വലിയ ശാപം സംശയമാണ്. മറ്റുള്ളവരെ വിശ്വസിക്കാൻ പ്രയാസമാണ്. തീരുമാനങ്ങൾ എടുക്കാൻ വൈകുകയും എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഐതിഹ്യം. പ്രജാപതിയായ ബ്രഹ്മാവിനെ സംബന്ധിച്ചുള്ളതാണ് ഒരു കഥ. ബ്രഹ്മാവ് സ്വന്തം പുത്രിയായ രോഹിണിയിൽ അനുരക്തനായി അവളെ പിന്തുടർന്നെന്നും ഈ അധർമ്മം തടയാൻ ശിവൻ വേട്ടക്കാരനായി വന്ന് ബ്രഹ്മാവിന്റെ ശിരസറുത്തു എന്നുമാണ് കഥ പറയുന്നത്. അറുക്കപ്പെട്ട ആ ശിരസാണ് മൃഗശീർഷം അഥവാ മകയിരമായി മാറിയതെന്ന് പുരാണം പറയുന്നു. ഇത് മകയിരത്തിന്റെ അമിതമായ ആഗ്രഹങ്ങളെയും അത് നിയന്ത്രിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയെയുമാണ് സൂചിപ്പിക്കുന്നത്. തൊഴിൽ മേഖലകൾ. ബുദ്ധിയും കായികശേഷിയും ഒരുപോലെ ഉപയോഗിക്കാവുന്ന മേഖലകളാണ് അനുയോജ്യം. മാധ്യമപ്രവർത്തനം, ഗവേഷകർ, സംഗീതം, കല, യാത്രകൾ ആവശ്യമുള്ള ജോലികൾ, IT, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. പ്രണയവും ദാമ്പത്യവും. ഇവരുടെ പ്രണയജീവിതം എപ്പോഴും സങ്കീർണമാണ്. പങ്കാളിയെക്കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങളുണ്ടാകും. വിവാഹം ശേഷം പങ്കാളിയെ സംശയിക്കുന്ന പ്രവണത ഇവർ കാണിക്കാറുണ്ട്.
എങ്കിലും പങ്കാളിയെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും സംരക്ഷിക്കാനും ഇവർക്ക് കഴിയും. രോഹിണി, അനിഴം, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളുമായി നല്ല പൊരുത്തം കാണാറുണ്ട്. ആരോഗ്യം: ചർമ്മരോഗങ്ങൾ, ദഹന പ്രശ്നങ്ങൾ, കൈകൾക്കോ തോളിനോ പരിക്കേൽക്കാനുള്ള സാധ്യത, ഉറക്കമില്ലായ്മ, മാനസിക പിരിമുറുക്കം എന്നിവ അനുഭവപ്പെടാം. പരിഹാരങ്ങൾ: ശിവനെ ആരാധിക്കുന്നത് ഉത്തമം. തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുക. ചൊവ്വയുടെ ദോഷങ്ങൾ മാറാൻ മുരുകനെ ഭജിക്കുക. ഭാഗ്യനിറങ്ങൾ ചുവപ്പ്, വെള്ള. രത്നം, പവിഴം. ജാതകം നോക്കി മാത്രം ധരിക്കുക. നവാംശക ഫലങ്ങൾ: മകയിരത്തിന്റെ 4 പാദങ്ങളും ഏത് നവാംശകത്തിൽ വരുന്നു എന്ന് നോക്കിയാണ് സ്വഭാവം കൃത്യമായി മനസ്സിലാക്കുന്നത്. ചിങ്ങം നവാംശകം 1-ാം പാദം. ഭരണശേഷിയുള്ളവരും അല്പം അഹങ്കാരമുള്ളവരും. ശത്രുക്കളെ പരാജയപ്പെടുത്താൻ കഴിവുണ്ടാകും. കന്നി നവാംശകം 2-ാം പാദം. നല്ല ക്ഷമ, പ്രായോഗിക ബുദ്ധി, സാമ്പത്തികമായി ഉയർച്ച നേടുന്നവർ. തുലാം നവാംശകം 3-ാം പാദം. കലാപ്രേമികൾ, സാമൂഹിക ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവർ, സംസാരപ്രിയ. വൃശ്ചികം നവാംശകം 4-ാം പാദം. സംശയപ്രവണത കൂടുതൽ, നിഗൂഢമായ കാര്യങ്ങളിൽ താൽപ്പര്യം. ഉപസംഹാരം: മകയിരത്തിൻ്റേത് പ്രീണിന ശക്തിയാണ്, അതായത് തൃപ്തിപ്പെടുത്താനുള്ള കഴിവ് അല്ലെങ്കിൽ സന്തോഷം നൽകാനുള്ള കഴിവ്. തൻ്റെ അറിവുകൊണ്ടോ കഴിവുകൊണ്ടോ മറ്റുള്ളവർക്ക് ആനന്ദം നൽകാൻ ഇവർക്ക് കഴിയും. മകയിരം നക്ഷത്രക്കാർ യാത്രകളെ സ്നേഹിക്കുന്നവരും മാറ്റങ്ങളെ ഇഷ്ടപ്പെടുന്നവരുമാണ്. ഈ ഇരട്ട വ്യക്തിത്വത്തിൻ്റെ ബാലൻസ് കണ്ടെത്തുന്നിടത്താണ് മകയിരം നക്ഷത്രക്കാരൻ്റെ വിജയം ഒളിഞ്ഞിരിക്കുന്നത്. നിങ്ങളൊരു മകയിരം നക്ഷത്രക്കാരനാണെങ്കിൽ നിങ്ങളുടെ ഈ അന്വേഷണത്വരയെ പോസിറ്റീവായ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുക. സംശയങ്ങളെ അറിവാക്കി മാറ്റുക. ചഞ്ചലമായ മനസ്സിനെ ധ്യാനത്തിലൂടെയും ഭക്തിയിലൂടെയും ഏകാഗ്രമാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.